ഹായ് എവരി വൺ, വെൽക്കം ടു ദ പ്ലേയിങ് 11. സോ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. സോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ലീഗിലെ ആദ്യ വിജയം. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള റിസൾട്ടാണ്. എല്ലാ മേഖലയിലും അടപടലമായ രാജസ്ഥാനാണ് ഇന്ന് കണ്ടത്. സോ കളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഗുവാഹത്തിയിലാണ് കളി നടന്നത്. സോ ആറിൻ്റെ ഫസ്റ്റ് 2 ഹോം മാച്ചസ് നടക്കുന്നത് ഗുവാഹത്തിയിലാണ്. അസമിലെ തലസ്ഥാനമായ ഗുവാഹത്തി, നമ്മുടെ റയാൻ പരാഗിൻ്റെ സ്വന്തം ഗുവാഹത്തി. റയാൻ പരാഗ് തന്നെയായിരുന്നു ഇന്നും ടീമിനെ നയിച്ചത്. സഞ്ജു ഇമ്പാക്ട് സബായിട്ടാണ് ഇറങ്ങിയത്. സോ ആദ്യം ടോസ് കിട്ടിയ രഹാനെ ബൗളിംഗ് തിരഞ്ഞെടുത്തു. സഞ്ജു സാംസണും ജയ്സ്വാലും ഭേദപ്പെട്ട ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സോ 4ാമത്തെ ഓവറിൽ 33 റണ്ണിന് സഞ്ജുയുടെ ആദ്യ വിക്കറ്റ് പോകുന്ന സമയത്ത് ഒരു ഭേദപ്പെട്ടൊരു തുടക്കം നൽകി ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്നു. സോ ആ ഒരു വിക്കറ്റിന് ശേഷം ഒരു മേഖലയിലും ഒരു പോയിന്റിലും ആർ പിന്നീട് ഒരു തിരിച്ചുവരവ് കളിയിൽ നടത്തിയില്ല എന്നുള്ളതാണ് സത്യം. KKR നന്നായിട്ട് കളിച്ചതിനേക്കാളും RR ഏറ്റവും മോശമായിട്ടൊരു ക്രിക്കറ്റ് കാഴ്ചവെച്ചു എന്ന് വേണം സത്യത്തിൽ പറയാൻ. കാരണം സത്യത്തിൽ ഒരു പ്ലാനും ഇല്ലാതെ, എന്താണ് ഈ പിച്ചിനെ ശരിക്കും റീഡ് ചെയ്യാതെ, എന്താണ് ഒരു ടോട്ടൽ എന്ന് ഫിക്സ് ചെയ്യാതെ അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിഞ്ഞ ഒരു ടീമിനെയാണെന്ന് കണ്ടത്. ജയ്സ്വാൾ ആദ്യ ബോൾ മുതൽ തന്നെ വിക്കറ്റ് ഇപ്പോൾ പോകും എന്നുള്ളൊരു പ്രതീതി തന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. വളരെ സ്ക്രാച്ചി ആയിട്ടൊരു ഇന്നിങ്സ് ആയിരുന്നു. ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. കോൺഫിഡൻ്റ് ഇല്ലാത്ത രീതിയിൽ ജയ്സ്വാൾ കളിക്കുന്ന പോലെയാണ് തോന്നിയത്. സോ സഞ്ജുവിൻ്റെ വിക്കറ്റിന് ശേഷം റയാൻ പരാഗാണ് നമ്പർ 3 വന്നത്. സോ ഈ സീസണിലുടനീളം റയാൻ പരാഗ് നമ്പർ 3 കളിക്കും എന്നാണ് വിചാരിക്കുന്നത്. റയാൻ പരാഗ് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് റയാൻ പരാഗും മടങ്ങി. അതിനുശേഷം ജയ്സ്വാളിൻ്റെ വിക്കറ്റിന് ശേഷം സർപ്രൈസിംഗ്ലി നമ്പർ 3 അവർ ഇറക്കി വിട്ടത് ഹസരംഗയാണ്. ആ ഡിസിഷൻ കണ്ടതോടുകൂടി മനസ്സിലായി ഈ ടീം ഈ കളി എന്നല്ല, ഈ സീസണിൽ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. കാരണം കഴിഞ്ഞ കളി നമുക്കറിയാം, ആദ്യത്തെ 3 വിക്കറ്റ് ചെറിയ സ്കോർ നഷ്ടപ്പെട്ട് സഞ്ജു ആൻഡ് ജൂറൽ ചേർന്നാണ് ടീമിനെ ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് നയിച്ചത്. തോറ്റെങ്കിലും ഭേദപ്പെട്ടൊരു നിലയിലോട്ട് ടീമിനെ എത്തിച്ചത് സഞ്ജുവും ജൂറലും കൂടിയാണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു ജൂറലിനെ ഒരുപാട് പിന്നിലോട്ട് കളിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. എത്രത്തോളം ജൂറലിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടീമിന് നല്ലതാണെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂറലിനെ ഡീമോട്ടിവേറ്റ് ചെയ്ത്, അതായത് ടീം ഒരു സ്ട്രഗിളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആവശ്യമുള്ള സ്ഥലത്ത് ജൂറലിന് പകരം ഹസറംഗയെ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 3 കൊണ്ടുവന്ന ഡിസിഷൻ പത്തറ്റിക് ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്നേ പറയാനുള്ളൂ. കാരണം ഇതിനു മുമ്പും RR ഇങ്ങനത്തെ പരീക്ഷണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലാണെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കളിയിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി രവിചന്ദ്രൻ അശ്വിനെയാണ് RR അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എവ്രി വൺ ഈസ് നോട്ട് രവിചന്ദ്രൻ അശ്വിൻ അല്ല ഹസരംഗ. കാരണം അശ്വിൻ ടാക്ടിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ടെസ്റ്റിൽ 5 സെഞ്ചുറി അടിച്ചിട്ടൊരു പ്ലെയറാണ്. ആളുടെ ബാറ്റിങ്ങിൽ പ്രോപ്പർ ടെക്നിക്കൽ ഒരു പ്ലെയറാണ്. പക്ഷേ ഹസരംഗ അങ്ങനെയല്ല. ഹസരംഗയ്ക്ക് വേണമെങ്കിൽ പവർ ഹിറ്റിങ്ങിൽ കുറച്ചുകൂടി ചിലപ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാടനടി അടിക്കുന്ന കണ്ണും മൂടി വീശുന്ന ഒരു പ്ലെയറാണ് ഹസരംഗ. ഞാൻ ഹസരംഗയെ ഒരിക്കലും ഒരു പ്രോപ്പർ ഓൾറൗണ്ടറായിട്ട് കൂട്ടില്ല എന്ന് ഞാൻ മുന്നും പറഞ്ഞിരുന്നു. ഹസരംഗ ഈസ് എ ബൗളർ ഹൂ ക്യാൻ ബാറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പ്രൊമോട്ട് ചെയ്ത് നമ്പർ 5 നമ്പർ 4 കളിപ്പിക്കാനായിട്ട് പ്ലെയറേ അല്ല ഹസരംഗ. സോ ആ ഒരു ഡിസിഷനിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ടീം കൂടുതൽ സമ്മർദ്ദത്തിലായി. കാരണം ഇപ്പുറത്തെ സൈഡ് ഫോം കണ്ടെത്താൻ കഴിയാതെ, അതുപോലെ തന്നെ പുതിയതായിട്ട് ഗ്രീസിൽ വന്ന നിതീഷ് റാണയാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് വീണ്ടും ഹസരംഗയെ കൂടി ഇട്ടപ്പോൾ ആകപ്പാട് പ്രഷറായി. അതിന് ഹസരംഗയുടെ വിക്കറ്റിന് ശേഷം വരുന്ന ജൂറലിന് കൂടുതൽ പ്രഷറാകുകയാണ്. മെൻ്റലി 4 വിക്കറ്റ് ഡൗൺ എന്ന് പറയുന്നത് മെൻ്റലി ഒരു പ്ലെയറിനെ ബാധിക്കും. ഈ വിക്കറ്റ് എല്ലാം പോയി കഴിഞ്ഞ് ഹെയ്റ്റ്മർ വരുന്നത് നമ്പർ 8 സോ കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു ഹെയ്റ്റ്മറെ ഇവർ കൊണ്ട് നമ്പർ 8 കളിപ്പിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ബാറ്റിംഗ് ചേഞ്ചസും ഒരു പ്ലാൻ ഇല്ലാത്തൊരു കളിയും. കാരണം 180 പിച്ചായിരുന്നു. ഒരു 180 RR സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഇവർ തുടക്കം മുതൽ തന്നെ 200, 220 എന്നുള്ള സ്കോർ ലക്ഷ്യമാക്കി അനാവശ്യ ഷോട്ടുകൾ കളിച്ച് ഓവർ അഗ്രഷൻ കാണിച്ച് 151 എന്നുള്ള സ്കോറിലോട്ട് ഒതുങ്ങി. അതും ജോഫ്ര ആർച്ചറുടെ അവസാനം വന്ന് ചെറിയൊരു ക്യാമിയോ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ 135, 140 എന്നുള്ള സ്കോറിലോട്ട് ടീം സ്കോർ ഒതുങ്ങിയേനെ. സോ അതായിരുന്നു പിച്ചിനെ ഓൾമോസ്റ്റ് ഒരു റീഡ് ചെയ്യാതെ, എത്രയായിരിക്കും ഒരു കോമ്പറ്റേറ്റീവ് സ്കോർ എന്നറിയാതെ, ഒരു പ്ലാൻ ഇല്ലാതെ കളിക്കുന്ന ഒരു RRനെയാണ് നമ്മൾ ബാറ്റിംഗ് സൈഡിൽ കണ്ടത്. അതേസമയം KKRയുടെ ബോളിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുൺ ചക്രവർത്തി ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ആൻഡ്
സുനിൽ നാരായൺ ഇന്ന് കളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സുനിൽ നാരായൺ ഒരു മാച്ച് മിസ്സാകുന്നു തോന്നുന്നത്. സ്മോൾ ലീഗിൽ നിന്നാണ് പറഞ്ഞത്. സോ ഹോപ്പ്ഫുള്ളി അടുത്ത കളി ആൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ എന്തോ പരിക്കുള്ളൂ. സോ അത് ഓക്കെ ആവും വിചാരിക്കുന്നു. മൊയിൻ അലിയാണ് പകരം വന്നത്. മൊയിൻ അലി ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തു, 2 വിക്കറ്റും കിട്ടി. വരുൺ ചക്രവർത്തി ബ്രില്യൻ്റായിട്ട് ബോൾ ചെയ്തു. സോ ഫാസ്റ്റ് ബോളേഴ്സും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് KKRന്റെ സൈഡിൽ നിന്നും അവർ കാഴ്ചവെച്ചത്. സോ 151 എന്നുള്ള ഒരു ബിലോ പാർ സ്കോറിൽ RRയുടെ ഇന്നിങ്സ് അവസാനിച്ചു. ശേഷം ബാറ്റിങ്ങിന് വന്ന KKR വളരെ കാൽക്കുലേറ്റഡ് ആണ് കളിച്ച്, എസ്പെഷ്യലി ക്വിൻ്റൻ ഡിക്കോക്കിൻ്റെ ഒരു ബ്രില്യൻ്റ് ഇന്നിങ്സ് ആയിരുന്നു. ആള് IPL കളിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയും ഞാൻ. കാരണം ഒരുപാട് ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റിൽ ഒരുപാട് ഇന്നിങ്സ് ക്വിൻ്റൻ ഡിക്കോക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾ തുടക്കം മുതൽ മെഷേർഡ് ആയിട്ട് കളിച്ച് കളി ഫിനിഷ് ചെയ്ത് പോയി. സോ നാരായണൻ്റെ അഭാവത്തിൽ മൊയിൻ അലിയാണ് ഓപ്പൺ ചെയ്തത്. അതിലെനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവർ അങ്കുഷ് രഘുവംശിയെ ഇവർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യിപ്പിക്കാമായിരുന്നു. മൊയിൻ അലിയെ മിഡിൽ കളിപ്പിച്ചിട്ട്. സോ മൊയിൻ അലിയെ വെച്ച് ഒരു ട്രൈ ചെയ്തു. പക്ഷേ മൊയിൻ അലി ഒരുപാട് നല്ല ടച്ചിലല്ലായിരുന്നു ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട്. മൊയിൻ അലി റണ്ണൗട്ടായാണ് പോകുന്നത്. അതും വേണമെങ്കിൽ പറയാം മൊയിൻ അലിയുടെ ഒരു ഫാൾട്ട് കാരണം ഔട്ടായിപ്പോയി. അല്ലാതെ RRയുടെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വിക്കറ്റ് എടുത്തതൊന്നും പറയാനില്ല. ബോളിങ്ങിൽ വന്ന സമയത്തും വളരെ പത്തറ്റിക് ആയിരുന്നു. ബാറ്റിങ്ങിൽ എങ്ങനെയായിരുന്നോ എല്ലാം കൊണ്ടുപോയി തുലച്ചത് അതേപോലെ തന്നെയായിരുന്നു. ഒരു പ്ലാനില്ലാത്ത ഒരു ബോളിംഗ് സൈഡായിരുന്നു RRയുടെ സൈഡിൽ നിന്ന്. കാരണം തുഷാർ ദേശ്പാണ്ഡെ ബോൾ ചെയ്യാൻ വരുന്നത് എനിക്ക് തോന്നുന്നു 16-ാമത്തെ 17-ാമത്തെ ഓവറായിട്ടാണ് തുഷാർ ദേശ്പാണ്ഡേക്ക് ഓവർ വരുന്നത്, ആദ്യമായിട്ടൊരു ബോൾ ചെയ്യാൻ വരുന്നത്. അപ്പോഴേക്കും റയാൻ പരാഗിൻ്റെ എല്ലാം 4 ഓവർ ഫിനിഷ് ചെയ്തു. സോ മേ ബി നിങ്ങൾ ചോദിക്കും, റയാൻ പരാഗ് നല്ല എക്കണോമിലല്ലേ ബോൾ ചെയ്തത്, വെറും 6 runs per over കൊടുത്തല്ലേ ബോൾ ചെയ്തത്. പക്ഷേ ഇന്നത്തെ കളിക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നത്തെ കളിയിൽ ആവശ്യം വിക്കറ്റുകളായിരുന്നു. കാരണം ഇത്രയും ബാറ്റിംഗ് ഡെപ്തുള്ള KKRനെതിരെ നിങ്ങളൊരു 151 റണ്ണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും എക്കണോമിയിൽ ബോൾ ചെയ്ത ഒരു ഡിഫെൻസീവ് ബോളിങ്ങിലൂടെ ഒരിക്കലും കളി ജയിക്കാൻ കഴിയില്ല. അവസാന ഓവറിലേക്ക് എത്തുന്ന സമയത്ത് 3 ഓവറിൽ 40-50 അടിച്ചെടുക്കാൻ കഴിവുള്ള ഫിനിഷേഴ്സ് ഉള്ള ടീമാണ് KKR. സോ ഇനീഷ്യലി വിക്കറ്റ് നേടിയാൽ മാത്രമേ കളിയിലോട്ട് തിരിച്ചു വരവുള്ളൂ എന്നും കാണുന്ന നമുക്ക് പോലും മനസ്സിലാവുന്ന ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് RR ഇങ്ങനൊരു ഡിഫെൻസീവ് പ്ലാനിലോട്ട് പോയി എന്നുള്ളത് ഒട്ടും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. റയാൻ പരാഗ് വന്ന് 4 ഓവർ ഫിനിഷ് ചെയ്തു. അതിന് ശേഷമാണ് തുഷാർ ദേശ്പാണ്ഡേക്ക് ബോളിംഗ് തന്നെ പോകുന്നത്. തുഷാർ ദേശ്പാണ്ഡെ നമ്മളെപ്പോഴും പറയലുണ്ട്, ആൾ കുറച്ച് എക്കണോമി വേസ്റ്റ് ആണ്, കുറച്ച് റണ്ണ് കൊടുക്കുമെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിക്കറ്റ്സ് ആൾക്ക് പിക്ക് ചെയ്യാനുള്ള ഒരു നേക്കുള്ള ബൗളറാണ്. സോ തുഷാർ ദേശ്പാണ്ഡേക്ക് എന്തുകൊണ്ട് ഇനീഷ്യൽ പവർ പ്ലേയിലോ അല്ലെങ്കിൽ പവർ പ്ലേ കഴിഞ്ഞ് 7-ാമത്തെ 8-ാമത്തെ ഓവറിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എന്നുള്ളത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പോഴത്തേക്കും നിതീഷ് റാണ 1 ഓവർ 2 ഓവർ ചെയ്തു, പരാഗ് 4 ഓവർ ചെയ്തു. വളരെ ഡിഫെൻസീവ് ലൈനായിട്ട് ബോൾ ചെയ്യുന്നു. ഒരു വിക്കറ്റിന് വേണ്ടി ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പ്ലെയേഴ്സ് അന്യോന്യം നോക്കി നിൽക്കുന്നു. സത്യത്തിൽ ഈ RR എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു തിരിച്ചുവരവ് ടൂർണമെൻറ്റിൽ നടത്താൻ കഴിയുമെന്ന്. ഇനിയിപ്പോൾ സഞ്ജു ക്യാപ്റ്റൻസിയിലോട്ട് തിരിച്ചു വന്ന് ടീമിന് വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടി ഈ എന്തെങ്കിലും തിരിച്ചു വരാം, അതും എനിക്ക് തോന്നുന്നു വലിയ വിദൂര സാധ്യതയാണ്. കാരണം ഇന്ന് ഇറങ്ങിയ 11 ആയിരിക്കും മുഴുവനായിട്ട് കളിയിൽ കളിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇതിനെ മാറ്റി ഇറക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പം കളിക്കുന്നൊരു 11 പേരെ മാറ്റി വേറൊരു 1-2 പ്ലെയറിനെ മാറ്റി ഇനി ബെഞ്ചിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് തീരെ ഇല്ല. എല്ലാം ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് മാത്രമാണ് ബെഞ്ചിലുള്ളത്. സോ ബെഞ്ച് സ്ട്രെങ്ത്തും ഇല്ല. ഇപ്പം കളിക്കുന്ന പ്ലെയേഴ്സിന് ഫോമും ഇല്ല, അവർക്കൊരു കോൺഫിഡൻസും ഇല്ല, ഒരു പ്ലാൻ ഇല്ല. തികച്ചും നിരാശാജനകമായിട്ടുള്ള ഒരു സീസൺ ആയിരിക്കും മേ ബി RR ഫാൻസിന് ഈ സീസൺ കാത്തുവെച്ചിട്ടുണ്ടാവുക. സോ RR ഫാൻസിന് ഈ IPL സീസണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും RRയുടെ നല്ല മൊമെൻറ്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ 2022 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഹൈലൈറ്റ്സ് എടുത്ത് കാണുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഈ സീസൺ നല്ലൊരു ഓർമ്മ നിങ്ങൾക്ക് നൽകില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. സോ KKR നല്ലൊരു ക്ലിനിക്കൽ വിൻ. RRയുടെ ഏറ്റവും മോശം പ്രകടനം. ഈ ഒരു RRന് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്നറിയില്ല. സോ താങ്ക് യു വെരി മച്ച്.